നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി അന്തർധാര വ്യക്തമെന്ന കെ മുരളീധരൻ. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാനും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുമാണ് ധാരണയെന്നും മുരളീധരൻ. ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് മണലി മൂളിപ്പറമ്പിൽ വീട്ടിൽ ഭരതന്റെ മകൻ സുജിത്തിനെയാണ് സിപിഐഎം കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് സൂചന. കനത്ത ചൂടിനെ തുടർന്ന് കണ്ടാണശ്ശേരി ആളൂരിൽ പശു ചത്തു. പഞ്ചായത്ത് 7-ാം വാർഡിൽ താമസക്കാരനായ വിജയന്റെയും അംബികയുടെയും ഉടമസ്ഥതയിലുള്ള പശുവാണ് ചൊവ്വാഴ്ച രാവിലെ ചത്തത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ആരംഭിച്ച വടക്കേക്കാട് ശ്മശാന നിർമ്മാണം എങ്ങുമെത്തിയില്ല. തുക അനുവദിച്ച് 2 വർഷം പിന്നിട്ടിട്ടും കോൺക്രീറ്റ് തൂണ് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് കുഴികളെടുത്തത് മാത്രമാണ് ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് മണലി മൂളിപ്പറമ്പിൽ വീട്ടിൽ ഭരതന്റെ മകൻ 28 വയസ്സുള്ള സുജിത്തിനെയാണ് സിപിഐഎം കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സുജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. താൻ പാർട്ടി ഓഫീസിലുണ്ടെന്നും ഇവിടേക്ക് വരാനും ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ശേഷമാണ് സുജിത്ത് തൂങ്ങി മരിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഓഫീസിലെത്തിയപ്പോഴാണ് കയറിൽ തൂങ്ങിയ നിലയിൽ സുജിത്തിനെ കണ്ടെത്തിയത്. ഉടനെ മറ്റു പ്രവർത്തകരെ വിളിച്ചുവരുത്തി കയർ മുറിച്ചുമാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേച്ചേരി സെന്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നതിനാൽ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരുണ്ടാകില്ലെന്ന് സുജിത്തിന് അറിയാമായിരുന്നു. ഇതാണ് ആത്മഹത്യയ്ക്ക് പാർട്ടി ഓഫീസ് തെരഞ്ഞെടുക്കാൻ കാരണമായതെന്ന് കരുതുന്നു. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂരിലെ സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശേഷം സംസ്കാരം നടക്കും. 5 മാസം ഗർഭിണിയായ ആതിരയാണ് സുജിത്തിന്റെ ഭാര്യ. സുധയാണ് മാതാവ്. സുരഭി സഹോദരിയുമാണ്. സിസിടിവി ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തി. അഴുകിയതും കേടുവന്നതുമായ നിരവധി സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജയച്ചൈമാരായ ഗിരീഷ്, ലാൽപോൾ, അൻവർ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. 20,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കനത്ത ചൂടിനെ തുടർന്ന് കണ്ടാണശ്ശേരി ആളൂരിൽ പശു ചത്തു. പഞ്ചായത്ത് 7-ാം വാർഡിൽ താമസക്കാരനായ വിജയന്റെയും അംബികയുടെയും ഉടമസ്ഥതയിലുള്ള പശുവാണ് ചൊവ്വാഴ്ച രാവിലെ ചത്തത്. കഴിഞ്ഞ 2 ദിവസമായി പശുവിനെ എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കാനും ബുദ്ധിമുട്ടനുഭവപ്പെട്ടിരുന്നതായി പറയുന്നു. വെള്ളം കുടിക്കാനും പശു മടി കാണിച്ചിരുന്നതായി അംബിക പറഞ്ഞു. 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു. 3 ദിവസം മുന്നേ പാടന്ന് കഴിച്ചു കൊടുന്നപ്പോൾ വെള്ളം കൂടിയും തീറ്റിയില്ലാന്ന് കണ്ടപ്പോൾ ഡോക്ടറെ കൊടുന്നു. ഡോക്ടർ പറഞ്ഞു ചൂടിൻ്റെ ആണ്. ഡോക്ടറെ കൊടുന്നു, മരുന്നൊക്കെ എഴുതി ഒന്ന് കൊടുത്തു. ഇന്ന് രാവിലെ അത് എനിക്കില്ല. അപ്പോൾ വീണ്ടും വിളിച്ചു. അപ്പോഴേക്കും പശു ചത്തു. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ EK ബൈജു സ്ഥലത്തെത്തി പശുവിനെ പരിശോധിക്കുകയും മരുന്ന് കുറിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഏറെ ക്ഷീണിതയായി കാണപ്പെട്ട പശു 9 മണിയോടെ ജീവൻ വെടിയുകയായിരുന്നു. കറവ കഴിഞ്ഞാൽ ദിവസവും രാവിലെ 6 മണിക്ക് തീറ്റയ്ക്കായി പറമ്പുകളിൽ കൊണ്ടുപോയി കെട്ടുകയും രാവിലെ 10 മണിക്ക് തിരികെ തൊഴുത്തിൽ എത്തിക്കുകയുമായിരുന്നു പതിവ്. പശുവിന്റെ പാൽ വിറ്റ് ഉപജീവനം നടത്തുന്ന കുടുംബത്തിലെ 2 പശുക്കളിൽ ഒന്നാണ് ചത്തത്. ദിവസവും 10 ലിറ്റർ പാൽ കറക്കുന്ന പശുവായിരുന്നു. 3 വയസ്സ് പ്രായം വരുന്ന നാടൻ ഇനത്തിലുള്ള പശുവിന് 4 മാസം പ്രായമുള്ള കിടാവുണ്ട്. കനത്ത ചൂടാണ് പശുവിന്റെ മരണത്തിന് കാരണമായതെന്ന് പരിശോധന നടത്തിയ ഡോക്ടർ ബൈജു അറിയിച്ചു. ചൂട് കൂടിയതോടെ നിർജ്ജലീകരണം മൂലം കന്നുകാലികൾ ചാവുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലെടുക്കണമെന്ന് മൃഗാശുപത്രി അധികൃതർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. വയലത്തൂരിൽ ടാറ്റ ക്യാബിൻ ടാക്സി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മാരുതി വാനിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പാലപ്പെട്ടി അയിരൂർ സ്വദേശികളായ ആലുങ്ങൽ വീട്ടിൽ അബുസാലി, മാരാത്ത് വീട്ടിൽ പവിത്രൻ, തറയിൽ വീട്ടിൽ റാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. വയലത്തൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം വെച്ചാണ് ടാറ്റ മിനി ടാക്സി നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മാരുതി എക്കോ വാനിൽ ഇടിച്ചത്. പരിക്കേറ്റ 3 പേരെയും വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചിറ്റഞ്ഞൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. വെളിയങ്കോട് സ്വദേശി തെക്കോട്ട് വീട്ടിൽ 20 വയസ്സുള്ള റിലുവാൻ, മാതാവ് 46 വയസ്സുള്ള സജിത, മാറഞ്ചേരി സ്വദേശി 67 വയസ്സുള്ള മൊയ്തുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. എതിർദിശയിൽ വരികയായിരുന്ന കാറുകൾ ചിറ്റഞ്ഞൂർ സെന്ററിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബെന്നി, സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കുന്നംകുളം അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇരുവാഹനങ്ങളും റോഡിന്റെ മധ്യഭാഗത്തു നിന്നും നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. സംസ്ഥാന പാത കൊരട്ടിക്കരയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഇടിച്ച ശേഷം നിർത്താതെ പോയ കാറിനു വേണ്ടി തിരച്ചിൽ തുടങ്ങി. ഇന്ന് വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും ചാലിശ്ശേരിയിലേക്ക് പോയിരുന്ന കാറാണ് കൊരട്ടിക്കര ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. CPM BJP അന്തർധാര വ്യക്തമെന്ന് കെ മുരളീധരൻ. സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാനും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുമാണ് ധാരണ. മോദിക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത പിണറായിയുടെ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരായാണ്. ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പോലും പങ്കെടുക്കാൻ CPIM തയ്യാറായില്ല. ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പാർട്ടിയെ പിണറായി RSSന്റെ ആലയിൽ കെട്ടിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനം ഉറപ്പാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥിക്ക് എവിടെയും പോകാം. അതെല്ലാം വാർത്തയാക്കുന്നത് ശരിയല്ല. തന്റെ കുടുംബാംഗങ്ങളെ കണ്ടതും തേറമ്പിൽ രാമകൃഷ്ണനെ കണ്ടതും വലിയ വാർത്തയാക്കുകയാണ് BJP. കരുണാകരന്റെ ബന്ധുക്കളെ ആർക്കും കാണാമെന്നും വീട്ടിലേക്ക് വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം കരുണാകരന്റെ കുടുംബത്തിനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കില്ല, എന്ത് വിലയിരുത്തും ഷാഫിയെ തോൽപ്പിക്കും, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും. അന്തർധാര വ്യക്തമാണല്ലോ. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായിക്ക് നരേന്ദ്രമോദിനെ അദ്ദേഹം മറന്നുപോയിന്നുണ്ട്. ഇപ്പോൾ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിലും പങ്കെടുത്തില്ല. ഇപ്പോൾ ചിത്രം വ്യക്തമായി. എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ അതിൽ നിന്ന് ഈ അന്തർധാര വ്യക്തമാണ്. അതായത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടീനെ പിണറായി RSSന്റെ ആലയിൽ കൊണ്ട് കെട്ടി. അത്രയാണ് സംഭവിച്ചത്. അതുപോലെ ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപി നമ്മുടെ കരുണാകരൻ്റെ ബന്ധുവീടുകളിലെല്ലാം എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട്. കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചാലോ പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഗെറ്റ് ഔട്ട് അടിച്ചു. അദ്ദേഹം എവിടെ സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. തേറമ്പിൽ രാമകൃഷ്ണൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ എല്ലാ ഉപദേശവും നൽകുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചരണ ഗോതയിൽ സജീവമായിരിക്കുകയാണ്. കൺവെൻഷനുകളും സ്ഥാനാർത്ഥി പര്യടനങ്ങളും തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. LDF എരുമപ്പെട്ടി വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ PT ദേവസി, KM അഷറഫ്, KV ശങ്കരനാരായണൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, TK ശിവൻ, PT ജോസഫ്, സുമന സുഗതൻ, UK മണി തുടങ്ങിയവർ പങ്കെടുത്തു. LDF വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KG ഗോപിനാഥന്റെ വീട്ടുപരിസരത്ത് വെച്ച് നടന്നു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് അഡ്വക്കേറ്റ് കുഞ്ഞുപൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ റഫീഖ് തങ്ങൾ, വർഗീസ്, AL ബേബി എന്നിവർ സംസാരിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, വാർഡ് മെമ്പർമാർ VSSB പ്രസിഡന്റ് TM വേണു, മുൻ പ്രസിഡന്റ് AN സോമനാഥൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് വർഗ ബഹുജന സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. CPM വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സെക്രട്ടറി KV ഫ്രാൻസിസ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം TM മുരളി നന്ദിയും പറഞ്ഞു.
മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ 38ാം ഡിവിഷൻ UDF കൺവെൻഷൻ ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ജോയിൽ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു മുത്തൂറ്റിപ്പറമ്പിൽ സ്വാഗതവും പരമേശ്വരൻ നന്ദിയും പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, കൌൺസിലർ K ഗോപാലകൃഷ്ണൻ, EM സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളിന്റെ ഭാഗമായി കേരള ലേബർ മൂവ്മെന്റ് സംഘടന മറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. രാവിലെ 6-നുള്ള ദിവ്യബലിക്ക് മുൻപായി KLM പ്രവർത്തകർ കാഴ്ച സമർപ്പണം നടത്തി. ഇടവകാംഗമായ ഫാദർ സൂരജ് കാക്കശ്ശേരി തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. തുടർന്ന് വികാരി ഫാദർ ഷാജു ഊക്കൻ പതാക ഉയർത്തി. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കേരള ലേബർ മൂവ്മെന്റ് മറ്റം യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് നേർച്ച പായസ വിതരണവും പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണവും നടന്നു. വേലൂരിൽ അർണോസ് പാദ്രിയുടെ 292ാം ചരമവാർഷികം ആചരിച്ചു. പാദ്രി സാഹിത്യരചനകൾ നിർവഹിച്ചിരുന്ന വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിൽ അർണോസ് കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിന്റെ ഭാഗമായി പുത്തൻപാന സംഘാലാപന മത്സരം, അനുസ്മരണം എന്നിവ നടന്നു. ഫാദർ ജോൺസൺ ഐനിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷനായി. പ്രസിഡന്റ് വിൻസെന്റ് പാടൂർ ചാലയ്ക്കൽ, സെക്രട്ടറി ലീന ആന്റണി, ഫാദർ ജോർജ് തേനാടിക്കുളം, ഫാദർ ജേസൺ പഴയടത്ത്, ജസ്റ്റിൻ നീലങ്കാവിൽ, PP യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡേവിസ് കണ്ണനായ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരിയെ ആദരിച്ചു. തുടർന്ന് ഔദക്കുട്ടിയുടെ സുവിശേഷം എന്ന നാടകവും അരങ്ങേറി. നിർമ്മാണത്തിലെ അപാകത. 4 മാസം മുൻപ് നവീകരിച്ച കുന്നംകുളം ചാവക്കാട് റോഡിലെ EMS ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്തെ റോഡ് തകർന്ന റോഡിന്റെ ഭാഗങ്ങൾ നിർമ്മാണ തൊഴിലാളികൾ കൈകൊണ്ട് ടാർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി. കുന്നംകുളം നഗരത്തിൽ ഗുരുവായൂർ റോഡിലാണ് റോഡ് തകർന്നത്. 5 മീറ്ററോളം നീളത്തിലും 2 മീറ്റർ വീതിയിലുമാണ് റോഡ് തകർന്നിട്ടുള്ളത്. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാനുള്ള പ്രധാന കാരണമെന്ന് സമീപത്തെ കടക്കാരും ഡ്രൈവർമാരും ആരോപിച്ചു. പണി കഴിഞ്ഞ് ഒരാഴ്ചക്കകം ഈ റോഡിലെ ആർത്താറ്റ് ഭാഗത്ത് റോഡ് തകർന്നിരുന്നു. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നതായും അതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപമുണ്ട്. 4 മാസങ്ങൾക്കുള്ളിൽ 2 സ്ഥലത്ത് തകർന്ന റോഡ് മഴ ശക്തമായാൽ പൂർണ്ണമായും തകരുമെന്നും പ്രദേശവാസികൾ പറയുന്നു. അതേസമയം പണി കഴിഞ്ഞ റോഡ് സെറ്റാവുന്നതിന് മുൻപ് വാഹനങ്ങൾ പോകുന്നതാണ് റോഡ് തകരാനുള്ള കാരണമെന്ന വിചിത്രവാദവുമായി ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. ഭാരം കൂടിയ വാഹനങ്ങൾ പണി കഴിഞ്ഞ ഉടനെ പോകുന്നതിനാൽ ഈ സമ്മർദ്ദം മൂലം ടാർ ചെയ്ത ഭാഗം തെന്നിപ്പോകുന്നുവെന്നാണ് മരാമത്ത് ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും ടാർ ഉറക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ സംശയം. കോടികൾ ചെലവഴിച്ച് നവീകരിച്ച റോഡ് മാസങ്ങൾക്കകം തകരാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും വിജിലൻസിനും പരാതി നൽകാനും നാട്ടുകാർ ഒരുങ്ങുന്നുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരിക്ക് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്രം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ധന്വന്തരി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു മധുസൂദനൻ നമ്പൂതിരി. ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ പൊന്നാട അണിയിക്കുകയും NK ഗോപാലൻ ധന്വന്തരി ചിത്രം സമർപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രം ജീവനക്കാർക്ക് വേണ്ടി ദേവസ്വം ഓഫീസർ AV രാജേഷ് പൊന്നാട അണിയിച്ചു. ഡോക്ടർ അരുൺ കൈമൾ, ഡോക്ടർ ശ്രീനാഥ്, PC അബാൽമണി, TK ശിവൻ, MN കൃഷ്ണൻകുട്ടി, KC വേലായുധൻ, KS ഗോപിനാഥൻ, KV രമേശ്, NK വേലായുധൻ, CV രാജൻ, രാഹുൽ, NK സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നെല്ലുവായ് മുല്ലയ്ക്കൽ ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മധുസൂദനൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ധന്വന്തരി ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ കൈമൾ ഉദ്ഘാടനം ചെയ്തു. നന്ദകുമാർ കൈക്കുളങ്ങര അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി NK സുഭാഷ്, നന്ദകുമാർ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളും കേരള ലേബർ മൂവ്മെന്റിന്റെ പതാക ദിനവും ആചരിച്ചു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണവും നേർച്ച വിതരണവും ഇടവകയിലെ ജോസഫ് നാമധാരികളുടെ സംഗമവും നടന്നു. മരണത്തിരുനാൾ ദിനത്തിൽ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്നവർക്ക് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. തുടർന്ന് KLM പതാക വികാരി ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട് അധ്യക്ഷനായി. സെക്രട്ടറി AJ ജിജോ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യൂണിറ്റ് ഭാരവാഹികളായ സിജോ കൂത്തൂർ, മേഴ്സി ഔസേഫ്, ജിഷ പീറ്റർ, ജൂലി സൈമൺ, KM ആൻഡോ, CK ജോയ്, ടോണി വടക്കൻ എന്നിവർ നേതൃത്വം നൽകി.
ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാവാത്തതാണ്. മറ്റൊരു വിഷുക്കാലത്തിനായി പ്രകൃതി ഒരുങ്ങുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അടയാളവുമായി കണിക്കൊന്നകൾ പൂത്ത കാഴ്ചകളും സജീവമായി. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ ഈ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വമുണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിന്റെയും സമൃദ്ധിയുടെയുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? കൊടുംവേനലിന് തൊട്ടുമുമ്പ് പൂവിടുകയും കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിത്തുവിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷമെത്തുമെന്ന കണക്കും ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ശരിയായി വന്നിരുന്നു. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ്. കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം, ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന കണിക്കൊന്ന നൊസ്റ്റാൾജിയ പേറുന്ന മലയാളികൾ ഇപ്പോൾ കേരളത്തിന് പുറത്തും നട്ടുവളർത്തുന്നുണ്ട്. ഇലപൊഴിയുന്ന മരമായതിനാൽ ഇലയൊഴിഞ്ഞ ശിഖരങ്ങളിൽ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കൽ കൂടിയാണ്. കണക്കുതെറ്റിച്ച് കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ ഇന്ന് കണിക്കൊന്ന പൂക്കുന്നത് കാണാം. അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളനുസരിച്ച് എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുന്നു അപ്പോഴൊക്കെ കണിക്കൊന്ന പൂക്കും എന്ന സ്ഥിതിയാണ്. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം കൂടും. അങ്ങനെ ചൂടിന്റെ വർധനവും കൊന്ന പൂവിടുന്നതിനെ സ്വാധീനിക്കും. സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന ജനുവരിയിലും ഫെബ്രുവരിയിലുമൊക്കെ ഇപ്പോൾ പൂക്കാറുണ്ട്. ആഘോഷങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന മലയാളികൾക്ക് വിഷുവിന്റെ കടന്നുവരവ് അറിയിക്കുന്ന കണിക്കൊന്നകളും പ്രിയമേറിയവയാണ്. CCTV ന്യൂസ്, വേലൂർ. വഴിവിളക്കുകൾ കത്താത്തതിൽ ഒറ്റയാൾ പ്രതിഷേധം. വേലൂർ വടക്കുമുറി ചീരൻ ജൂണിയാണ് വഴിവിളക്കുകൾ പുനഃസ്ഥാപിക്കാത്തതിൽ പന്തം കൊളുത്തി ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് കുറ്റിക്കാട്ടുകുളങ്ങര ക്ഷേത്രം മുതൽ കള്ളുഷാപ്പ് വരെയുള്ള പോസ്റ്റുകളിലാണ് 6 മാസമായി വഴിവിളക്കുകൾ തെളിയാത്തത്. ഇതോടെ മേഖലയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു. പലതവണ വാർഡ് മെമ്പറെ ഇക്കാര്യം അറിയിച്ചിട്ടും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ജോണി പറഞ്ഞു. ഫണ്ടില്ലെന്നും ഇനി അടുത്ത തവണ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ പരിഹാരം വരുത്താം എന്നായിരുന്നു പ്രതികരണമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ജോണി ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തിയത്. ഇനി വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നല്ലൊരു പാമ്പിനുണ്ട്. ഇടയ്ക്ക് കാണുന്ന സ്ഥലമാണ് ഈ പാമ്പിന്. ഇത് ഇവിടെ വല്യപ്പൻ്റെ പറമ്പഞ്ഞത്. ഈ പറമ്പെന്ന് ഈ പാമ്പ് ഇങ്ങനെ പാസ് ചെയ്യും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അപ്പോൾ ഭാഗ്യത്തിനാണ് അന്ന് ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് വരുന്ന ടൈമിൽ 10 മണി നേരത്ത് ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. അന്ന് പോലും മെമ്പർക്ക് വിളിച്ച് പറഞ്ഞു. പക്ഷേ മെമ്പർ പറയുന്നതാണ്, ഞാൻ പഞ്ചായത്തിൽ പറയുന്നുണ്ട്, പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാറ്. ഇത് കാണുന്നുണ്ടെങ്കിൽ മെമ്പർ ഇത് പരിഗണിച്ച് അത്രയും സീരിയസ് ആയിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് ശരിയാക്കി തരിക. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ അന്ത്യോഖ്യാന സിംഹാസന പ്രതിനിധിയും കുന്നംകുളം ദേശത്തിന്റെ കാവൽ പിതാവുമായ മോർ ഒസ്താത്തിയോസ് ലീബ ബാവയുടെ 94-ാമത് ഓർമ്മ പെരുന്നാൾ മാർച്ച് 20 മുതൽ 24 വരെ ഭക്തി നിർഭരമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകിട്ട് 6-ന് സന്ധ്യാപ്രാർത്ഥനയും സുവിശേഷ യോഗവും വചനപ്രഘോഷണവും നടക്കും. ഫാദർ ജിജോ വർഗീസ് വചനപ്രഘോഷണത്തിന് നേതൃത്വം നൽകും. 21-ാം തീയതി രാവിലെ 7:30-ന് വടവൂക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കാൽനട തീർത്ഥയാത്ര ആരംഭിക്കും. 22-ാം തീയതി രാവിലെ 5:30-ന് അങ്കമാലി പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹന്നാം യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് അങ്കമാലി മേഖല കാൽനട തീർത്ഥയാത്ര ആരംഭിക്കും. പൊയ്ക്കാട്ടുശ്ശേരി, വടവുകോട്, ചേലക്കര, വൈശ്ശേരി, ചാലിശ്ശേരി, അഗതിയൂർ എന്നീ പള്ളികളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾക്ക് കുന്നംകുളം താഴത്തേപ്പാറയിലെ സെന്റ് തോമസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ വൈകിട്ട് 4:30-ന് സ്വീകരണം നൽകും. തുടർന്ന് ആർത്താറ്റ് സിംഹാസന പള്ളിയിലേക്ക് തീർത്ഥയാത്രകൾ സംയുക്തമായി പുറപ്പെടും. 5:30-ന് തീർത്ഥയാത്രകൾക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ സ്വീകരണം നൽകും. പെരുന്നാൾ ദിവസമായ 24-ാം തീയതി പുലർച്ചെ 3-ന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി, പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പൽ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള
കാൽനട തീർത്ഥയാത്ര ആരംഭിക്കും. 3:30 പെലക്കാട്ടുപയ്യൂർ കുരിശുപള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്ര ആരംഭിക്കും. 5 മണിക്ക് MOMBAയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം വൈശ്ശേരി മോർ യൂലിയോസ് ഹാളിൽ നിന്നും കാൽനട തീർത്ഥയാത്ര ആരംഭിക്കും. 6 മണിയോടെ തീർത്ഥയാത്രകൾ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ എത്തിച്ചേരും. രാവിലെ 7-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രസംഗം, കവറിങ്കൽ ധൂപപ്രാർത്ഥന, ആശീർവാദവും നടക്കും. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബാബു ജോസഫ്, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ, സെക്രട്ടറി വർഗീസ് തറയിൽ, ട്രസ്റ്റി ചാക്കോ ജോർജ് പനയ്ക്കൽ, ട്രഷറർ ഗ്രിഗറി പി ചാക്കോച്ചൻ, പെരുന്നാൾ ജനറൽ കൺവീനർ ജെറിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ചെമ്മന്തിട്ട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. മാർച്ച് 11 മുതൽ 18 വരെ 8 ദിവസങ്ങളിലായാണ് ഉത്സവം ആഘോഷിച്ചത്. ഉത്സവ കൊടിയേറ്റം മുതൽ ആറാട്ട് ദിവസം വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. ആറാട്ട് ദിവസമായ തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പള്ളിയുണർത്തൽ, വൈകിട്ട് ആറാട്ടിനായി ദേവൻ പ്രത്യേകം തയ്യാറാക്കിയ കുളക്കടവിലേക്ക് എഴുന്നള്ളി, തുടർന്ന് ആറാട്ട് കഴിഞ്ഞ് ആറാട്ടുകടവിൽ ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ആനപ്പുറത്ത് തിരിച്ചെഴുന്നള്ളി. തുടർന്ന് മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായി. ക്ഷേത്രപ്രദക്ഷിണത്തിന് ശേഷം ഉത്സവ കൊടിയിറക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. പുന്നയൂർ പഞ്ചായത്തിന് അഭിമാന നേട്ടവുമായി സംസ്ഥാന കേരളോത്സവ ചെസ് മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സഹോദരങ്ങൾ. തെക്കേ പുന്നയൂർ വായപ്പാട്ട് സവാദും മുമീനയുമാണ് നേട്ടം കരസ്ഥമാക്കിയത്. പുന്നയൂർ പഞ്ചായത്ത് തെക്കേ പുന്നയൂർ 5-ാം വാർഡ് സ്വദേശിയായ വായപ്പാട്ട് ഷംസുദ്ദീന്റെയും ഷമീറയുടെയും മക്കളാണ് വിജയികളായ സവാദും മുമീനയും. കഴിഞ്ഞ 17-നാണ് തിരുവനന്തപുരത്ത് വെച്ച് മത്സരം നടന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സവാദ് സംസ്ഥാന കേരളോത്സവ ചെസ് മത്സരത്തിൽ പങ്കെടുത്തത്. യൂണിവേഴ്സിറ്റി ചെസ് കളിക്കാരനായിരുന്ന സവാദ് ഒമാനിലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കേരളോത്സവത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല എന്നിവിടങ്ങളിൽ നിന്ന് 1ാം സ്ഥാനം നേടിയവരെയാണ് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആൺകുട്ടികളുടെ ചെസ് മത്സരത്തിലാണ് സവാദ് 1ാം സ്ഥാനം നേടിയത്. 4 റൗണ്ട് മത്സരത്തിൽ 3ാം റൗണ്ടിൽ തന്നെ ഒന്നാമതെത്താൻ സവാദിനായി. വയനാട് ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. പഴഞ്ഞി MD കോളേജ് BSc സൈക്കോളജി 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ മുമീന തുടർച്ചയായി 2 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ ചെസ്സിൽ മുന്നിലെത്തിയിരുന്നു. കേരളോത്സവം സംസ്ഥാന തലത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കാസർഗോഡും 2ാം സ്ഥാനം തൃശൂരിനു വേണ്ടി മുമീനയും സ്വന്തമാക്കി. 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സവാദിനെയും 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുമീനയെയും പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഭരണസമിതിക്ക് വേണ്ടി ആദരിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ, വാർഡ് മെമ്പർമാരായ ഷൈബ ദിനേശൻ, അറഫത്ത്, പൊതുപ്രവർത്തകരായ രഘുനന്ദൻ, താജുദ്ദീൻ, റഷീദ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. മുരിങ്ങത്തേരി കുരിശുപള്ളിക്ക് മുമ്പിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. കുട്ടഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത്. സമീപത്തെ കടകളിലേക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും വെള്ളം തെറിക്കുന്നുണ്ട്. റോഡിലൂടെ വലിയ തോതിലാണ് വെള്ളം ഒഴുകുന്നത്. കടുത്ത വേനലിൽ വെള്ളം പാഴാകുന്നത് തടയാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം തൊട്ടൊരു സാധനം പൊട്ടി തുടങ്ങിയതാണ്. ഇനി എന്താ കാരണം നമ്മളെ അടക്കുണ്ട് സാധനം തള്ളി പോവുക. എത്ര ഇതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഈ മൂടി വെച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഈ കോട്ടക്കുന്നിൻ്റെ മുകളിൽ കോറിയുടെ മുകളിൽ വെച്ച് ഇന്നലെ എൻ്റെ അനിയൻ്റെ അടുത്ത് 350 ഉറുപ്പിക്ക് വെള്ളം കോട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം ചാടിച്ചാളാണ്. എൻ്റെ വീട്ടിൻ്റെ കുടിവെള്ളത്തിനെ പറ്റി പണി. അവിടെ ഒരു തുള്ളി വെള്ളമില്ല. അമ്മയ്ക്ക് വെള്ളം പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കരമുണ്ട്. കാലത്തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതാ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും ഭരണാധികാരികൾ എന്തെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം എന്താണെന്ന്. നിർമ്മാണം പുരോഗമിക്കുന്ന ചൂണ്ടൽ സെന്റ് തോം ഇടവക പുതിയ ദേവാലയത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. ചൊവ്വാഴ്ച രാവിലെ മാർ ബോസ്കോ പുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുകർമ്മങ്ങളെ തുടർന്നാണ് കട്ടിളവെപ്പ് നടന്നത്. വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, ഫാദർ പിന്റോ പുനയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഫിലിപ്പ് മാറോക്കി, സെക്രട്ടറി CU ജോസ്, ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കൈക്കാരന്മാരായ CF ജോസ്, C ജോൺസൺ, സജീവ് ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു.
തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് പാതയോരത്ത് രാത്രിയുടെ മറവിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നത് സ്ഥിരമായിരിക്കെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ഒരുങ്ങി കുന്നംകുളം പോലീസ്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു. പരിസര പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് SHO UK ഷാജഹാൻ പറഞ്ഞു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ ശ്രാദ്ധ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, ആഘോഷമായ തിരുനാൾ, റാസ കുർബാന എന്നിവ നടന്നു. പഴയന്നൂർ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ വചന സന്ദേശം നൽകി. ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ സഹകാർമ്മികനായി. തുടർന്ന് നടന്ന ഊട്ടുനേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വേസ്പരയും വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ, കൈക്കാരന്മാരായ ആളൂർ ലേവി, സതീഷ് ചാലിശ്ശേരി, വിൻസൺ അന്തിക്കാട്, ആൻസൺ ചിറയത്ത്, ജനറൽ കൺവീനർ ടോമി മുരിങ്ങാത്തേരി, ജോയിന്റ് കൺവീനർ ഡേവിസ് ബാജു മുരിങ്ങത്തേരി, പബ്ലിസിറ്റി കൺവീനർ റോബിൻ റാഫേൽ അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടുത്ത വേനലിൽ ദാഹമകറ്റാൻ പ്രയാസപ്പെടുന്ന മിണ്ടാപ്രാണികളെ ചേർത്ത് പിടിച്ച് ഒരു പറ്റം മനുഷ്യർ. പക്ഷികൾ, പറവകൾ, മൃഗങ്ങൾ എന്നിവയ്ക്ക് ഉപ്പ് കലരാത്ത ശുദ്ധജലം ലഭ്യമാക്കുകയാണ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ. പൂഴിമണലിൽ കുഴികൾ തീർത്താണ് വെള്ളം കരുതി വയ്ക്കുന്നത്. കടലിൽ ഉപ്പുവെള്ളമാണെങ്കിലും കടലിനോട് ചേർന്ന് കിടക്കുന്ന മണലിൽ ചെറിയ കുഴികൾ തീർത്താൽ അവിടെ ഉപ്പില്ലാത്ത ശുദ്ധജലം ലഭിക്കുമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. ഇങ്ങനെ വിവിധയിടങ്ങളിൽ കുഴികൾ തീർത്ത പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിനീർ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. പ്രഭാതത്തിൽ വ്യായാമത്തിനും നടത്തത്തിനുമായി ഇവിടെയെത്തുന്ന ഒരു പറ്റം ആളുകൾ മുൻകൈയെടുത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. പൗരാവകാശ വേദി പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം, മുതുവട്ടൂർ മഹല്ല് ഖത്തീബ് സുലൈമാൻ അസ്ഹരി, ദേവദാസ് ബ്ലാങ്ങാട്, ഷാജി ചീരാടത്ത്, ഷാജഹാൻ, അബ്ദുൾ സലാം, K മനോജ് എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എന്റെ വീട് അന്തേവാസികൾക്കൊപ്പം നടന്ന ഇഫ്താർ സംഗമം വേറിട്ടതായി. പ്രസിദ്ധ വാഗ്മിയും പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ ഖത്തീബുമായ സലിം മമ്പാട് ഇഫ്താർ സന്ദേശം നൽകി. ഒരു മതവും വിദ്വേഷവും പ്രചരിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നില്ല എന്നും മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരന്മാരെ പോലെ നന്മയുടെ വക്താക്കളായി ജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. അരിമ്പൂർ ചർച്ച് വികാരി ഫാദർ ഫ്രാങ്കോ കവലേക്കാട്, കനിവ് സെക്രട്ടറി KT അബ്ദു, ട്രഷറർ TA ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. അങ്കുരാന്തി സമ്പ്രദായത്തിൽ സവിശേഷ ആചാരങ്ങളോടെ നടക്കുന്ന 15 ദിവസത്തെ ഉത്സവം ഈ മാസം 31-ന് സമാപിക്കും. പാരമ്പര്യാവകാശി ദേവിയെ എഴുന്നള്ളിക്കാനുള്ള ചരട് സമർപ്പിച്ചാണ് ഉത്സവത്തിന് തുടക്കമിടുന്നത്. വൈകിട്ട് ബ്രാഹ്മണിപ്പാട്ടിനു ശേഷം ഭഗവതിയെ ശാസ്താവിന്റെ അകമ്പടിയോടെ ക്ഷേത്രകുളത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിച്ചു. 2-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെ ആറാട്ടിനു ശേഷം ഭഗവതിയെയും ശാസ്താവിനെയും കച്ചേരിയിലേക്ക് എഴുന്നള്ളിച്ച് നിവേദ്യം, പൂജ എന്നിവയ്ക്കു ശേഷം രാത്രി 7-ന് തിരിച്ചെഴുന്നള്ളിപ്പ്, ക്ഷേത്രത്തിൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടാകും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി മുഖ്യാതിഥിയായി. ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് മോഹൻദാസ് ഏലത്തൂർ അധ്യക്ഷനായി. അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ, KG പ്രമോദ്, C ഹരിദാസ്, PK അസീസ്, ദേവസ്വം ഓഫീസർ AV രാമചന്ദ്ര വാര്യർ, AP രാജൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു. ഉത്സവം 7-ാം ദിവസം പൂരം ഗണപതി ചടങ്ങുകൾക്ക് കണ്ടാണശ്ശേരി മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് അടനിവേദ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. 8-ാം ദിവസം 24-ന് രാത്രി കൊടിയേറ്റം. തുടർന്ന് എല്ലാ ദിവസവും ഉത്സവബലി ചടങ്ങുകൾ നടക്കും. കന്യകയായ ദേവിയുടെ ഉത്സവ ചടങ്ങുകൾക്ക് പിടിയാനയെ മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ ഗ്രാജുവേഷൻ സെറിമണി ബസേലിയൻ സ്റ്റാർട്ട് സംഘടിപ്പിച്ചു.
2023-24 അധ്യയന വർഷത്തിൽ കിൻഡർ ഗാർട്ടൻ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാപ്പിംഗ് സെറിമണിയും സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൌലോസ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജീബ്ലസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, KG സെക്ഷൻ കോർഡിനേറ്റർ ഷിൻഡു, രമ്യ സുനീഷ്, മറീന ബിജു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ഷാനിബ റസാഖ്, വിന്ധ്യ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ആരംഭിച്ച വടക്കേക്കാട് ശ്മശാന നിർമ്മാണം എങ്ങുമെത്തിയില്ല. തുക അനുവദിച്ച് 2 വർഷം പിന്നിട്ടിട്ടും കോൺക്രീറ്റ് തൂണ് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് കുഴികൾ എടുത്തത് മാത്രമാണ് ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി. കോസ്റ്റ് ഫോണിന്റെ നേതൃത്വത്തിലാണ് കെട്ടിട നിർമ്മാണം നടത്തിയിരുന്നത്. ഇവരുടെ അനാസ്ഥയാണ് നിർമ്മാണം നീങ്ങാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വാതക ശ്മശാനം നിർമ്മിക്കാൻ 2022 ജില്ലാ പഞ്ചായത്ത് 70.5 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത്. ജില്ലാ പഞ്ചായത്ത് 68 ലക്ഷം രൂപയും വടക്കേക്കാട് പഞ്ചായത്ത് 2.5 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത്. ആദ്യ ഗഡു 13.60 ലക്ഷം രൂപ 2022 മെയ്യിൽ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറി. പണി ആരംഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലെ എസ്റ്റിമേറ്റ് തുക 78.80 ലക്ഷമായി ഉയർന്നു. വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മെയ്യിൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. 10 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യ 2 ദിവസം പണി നടന്നുവെങ്കിലും പിന്നീട് ആരും വരാതായി. കോൺക്രീറ്റ് ഫില്ലർ നിർമ്മിക്കാൻ കുഴിയെടുത്തത് മാത്രമാണ് ആകെ നടന്ന പ്രവൃത്തി. നിലവിൽ പാഴ്പുല്ലുകൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. മണ്ണിന്റെ ബലക്കുറവ് കാരണം തെങ്ങിൻ തടി കുഴിയിലേക്ക് അടിച്ചു താഴ്ത്തിയുള്ള പൈലിംഗ് ആവശ്യമാണെന്നും ഇതുൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നാണ് പണി തുടങ്ങാൻ വൈകിയതിന് കാരണമായി കോസ്റ്റ് ഫോർട്ട് അധികൃതർ പറയുന്നത്. പാടത്തിന് സമീപമായതിനാൽ കുഴിയിൽ വെള്ളമാണ്. അടുത്ത ദിവസം വെള്ളം വറ്റിച്ച് പണി ആരംഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. CCTV ന്യൂസ്, പുന്നൂർക്കുളം. പഴഞ്ഞി മാർത്തോമ സ്കൂളിലെ പഠനോത്സവം കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഐസക് P. ജോൺസൺ അധ്യക്ഷത വഹിച്ചു. PRC കോർഡിനേറ്റർ ജയ്ജീവൻ, പ്രധാനാധ്യാപകൻ PK ലൈനു, PTA പ്രസിഡന്റ് അനൂപ് ഫിലിപ്പോസ്, സീനിയർ അധ്യാപിക അജി C. ചിന്നൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണങ്ങൾക്ക് അധ്യാപകരായ നവ്യ വർഗീസ്, മിന്റു ബേബി, ജിമി മോഹൻ, VK അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിലെ പിതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ തിരുനാളിനോടനുബന്ധിച്ച് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി പതാക ഉയർത്തി. ആഘോഷമായ പാട്ടുകുർബാനയെ തുടർന്ന് ലതീഞ്ഞും നേർച്ച വിതരണവും ഉണ്ടായി. തിരുനാളിനോടനുബന്ധിച്ച് പിതൃവേദി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാന സമ്മതപത്രം പ്രസിഡന്റ് CM തോമസ് വികാരി റാഫേൽ താണിശ്ശേരിക്ക് നൽകി. വഴിയിൽ നിന്നും ലഭിച്ച 1.5 ലക്ഷത്തോളം രൂപ യഥാർത്ഥ ഉടമസ്ഥർക്ക് നൽകി മാതൃകയായി വിദ്യാർത്ഥികൾ. നാഗലശ്ശേരി പഞ്ചായത്ത് 10ാം വാർഡ് പതിയാട്ട് വളപ്പിൽ നബീസയുടെ 1.5 ലക്ഷം രൂപയോളമാണ് കൂറ്റനാട് സ്വർണം വിറ്റ് വരുന്ന വഴിയിൽ നഷ്ടപ്പെട്ടിരുന്നത്. പെരിങ്ങോട് നിന്നും വാവന്നൂർക്കുള്ള യാത്രാമധ്യേ വഴിയിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾക്ക് പണം അടങ്ങിയ സഞ്ചി ലഭിച്ചത്. എറണാകുളത്ത് അക്കൌണ്ടിംഗ് കോഴ്സിന് പഠിക്കുന്ന പെരിങ്ങോട് മേലേപ്പുരയ്ക്കൽ വസന്തൻ മകൻ അഖിൽ, തൃത്താല റോയൽ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന പിലാക്കാട്രി ചിറ്റിലങ്ങാട്ട് പറമ്പിൽ ബാലൻ മകൻ ബിനിൽ എന്നീ വിദ്യാർത്ഥികൾക്കാണ് സഞ്ചി ലഭിച്ചത്. വാവന്നൂർ സെന്റർ എത്തുന്നതിന് മുമ്പായി എരിയാടം പാടത്തുള്ള പാലത്തിന് മുകളിൽ നിന്ന് പണം അടങ്ങിയ സഞ്ചി കിട്ടിയ ഉടൻ തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇവർ ഏൽപ്പിക്കുകയായിരുന്നു. പിന്നീട് പണം നഷ്ടപ്പെട്ട വിവരം നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ ചോലയ്ക്കൽ, സലീം പെരിങ്ങോട് എന്നിവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതിനെ തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ BR റനീഷ് മുഖാന്തരം പണം കൈമാറുകയായിരുന്നു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ സലീം പെരിങ്ങോട്, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, പോലീസ് സ്റ്റേഷൻ റൈറ്റർ MV ശ്രീനിവാസൻ, ഫോട്ടോഗ്രാഫർ A. നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. KCBC മധ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ പിതൃദിനാചരണം സംഘടിപ്പിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷനായി. പതിയാരം ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അതിരൂപത അനിമേറ്റർ CN സ്വീഡ്, CSC സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ, റൈജു ജോസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജോസഫ് നാമധാരികളായ 55 പേരെ മൊമെന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ലിജിൻ ബാബു, പ്രസിഡന്റ് റൂബിൻ റാഫേൽ, ലിൻഡോ ഫ്രാൻസിസ്, TS എബ്രഹാം, ജോസ് വടക്കേത്തല, ഷീന ജോസ് എന്നിവർ നേതൃത്വം നൽകി.
കാട്ടേക്കാമ്പാൽ പഞ്ചായത്തിലെ കെട്ടിട ഉടമകൾ 2023-24 സാമ്പത്തിക വർഷത്തെ വീട്ടുനികുതി ഈ മാസം 31 മുമ്പ് പഞ്ചായത്തിൽ നേരിട്ടോ ഓൺലൈൻ മുഖേനയോ അടവാക്കേണ്ടതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. മാർച്ച് 31 വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും നികുതി അടയ്ക്കുവാനുള്ള സൗകര്യം പഞ്ചായത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സെക്രട്ടറി പി ശ്രീജിത്ത് അറിയിച്ചു. തലക്കോട്ടുകര RCC ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പറവകൾക്കായി സ്നേഹ തണ്ണീർക്കുടം ഒരുക്കി. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം തണ്ണീർക്കുടത്തിലേക്ക് ജലം പകർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കോർഡിനേറ്റർ ഡോക്ടർ സരിത സജീവ പദ്ധതിയുടെ ബ്രോഷർ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫിന് കൈമാറി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരായ റോസ്മണി, റൂബി AJ, ബെറ്റ്സി ജോൺ, ജോഷി KT എന്നിവർ സംസാരിച്ചു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EMS ദിനം ആചരിച്ചു. കേരളത്തിന്റെ യുഗപുരുഷനും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EMSന്റെ 26ാമത് ചരമവാർഷിക ദിനം വിപുലമായ പരിപാടികളോടെയാണ് ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത്. ബൂത്ത് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി പ്രഭാതഭേരി നടത്തിയും അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിച്ചുമാണ് ദിനാചരണം നടത്തിയത്. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണം ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. CF രാജൻ, AC രമേശ്, BR സന്തോഷ്, തുളസി രാമചന്ദ്രൻ, KB ബിജു, കൃഷ്ണൻ തുപ്പത്ത്, KK മനോജ് എന്നിവർ സംസാരിച്ചു. തലക്കോട്ടുകര തത്തുമസി ദേശീയവിളക്ക് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ദേശീയവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് മധു ഇലവന്ത്ര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TV കാർത്തികേയൻ, ട്രഷറർ സജേഷ് പള്ളിപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഈ വർഷവും വിപുലമായ രീതിയിൽ ദേശീയവിളക്ക് ആഘോഷിക്കാൻ യോഗം തീരുമാനിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചരമം ഹക്കിക്കാവ് കോങ്ങണ്ണൂർ വലിയ വളപ്പിൽ ഗോപാലൻ നിര്യാതനായി. 92 വയസ്സായിരുന്നു. പരേതയായ സുലോചനയാണ് ഭാര്യ. വിജയൻ, ശരവണൻ, ബാലമുരുകൻ, ശിവകുമാർ, വിശാല എന്നിവർ മക്കളാണ്. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. കാവീട് നീലങ്കാവിൽ കൊച്ചന്തോണി മകൻ പോൾ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലില്ലിയാണ് ഭാര്യ. പെൽവിൻ, പെൽജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിൽ CPM BJP അന്തർധാര വ്യക്തമെന്ന K മുരളീധരൻ. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാനും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുമാണ് ധാരണയെന്നും മുരളീധരൻ. DYFI നേതാവിനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. DYFI കേച്ചേരി മേഖലാ പ്രസിഡന്റ് മണലി മൂളിപ്പറമ്പിൽ വീട്ടിൽ ഭരതന്റെ മകൻ സുജിത്തിനെയാണ് CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് സൂചന. കനത്ത ചൂടിനെ തുടർന്ന് കണ്ടാണശ്ശേരി ആളൂരിൽ പശു ചത്തു. പഞ്ചായത്ത് 7ാം വാർഡിൽ താമസക്കാരനായ വിജയന്റെയും അംബികയുടെയും ഉടമസ്ഥതയിലുള്ള പശുവാണ് ചൊവ്വാഴ്ച രാവിലെ ചത്തത്. ഏറെ വിവാദങ്ങൾക്ക് ശേഷം ആരംഭിച്ച വടക്കേക്കാട് ശ്മശാന നിർമ്മാണം എങ്ങുമെത്തിയില്ല. തുക അനുവദിച്ച് 2 വർഷം പിന്നിട്ടിട്ടും കോൺക്രീറ്റ് തൂണ് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് കുഴികളെടുത്തത് മാത്രമാണ് ഇതുവരെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.